22 കൊല്ലത്തോളം ഒരു മഹലിൽ ജോലി ചെയ്ത വലിയ മുവഫഖായ ഉസ്താദാണ്. ആ ഉസ്താദ് 22 കൊല്ലം ജോലി ചെയ്തു. ആ ഉസ്താദാണ് ഈ വിദ്വാനെ ഇവനെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവൻ നാട്ടിലൊരു സ്വാധീനമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവനൊരു ഉംറ കഴിഞ്ഞു വന്നു. ഉംറ കഴിഞ്ഞു വന്നപ്പോഴേക്കും നഊദു ബില്ലാഹ്, പിന്നെ അവന് എല്ലാവരും പരിശോധിക്കാൻ, അക്കുട്ടി, ആ മുത്തഅല്ലിമ്, ഈ ഉസ്താദ്, അങ്ങനെ ഹറമിൽ വെച്ച് ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട് അത്ര ഈ ചെറുപ്പക്കാരൻ. എന്താ? ഉപ്പ് കൊണ്ട് തുടങ്ങുന്നത് വലിയ പുണ്യമുള്ള അമലാണ്. നിങ്ങൾ തുടങ്ങാറുണ്ടോ മക്കൾ? നിങ്ങൾ ഈ ചെറുപ്പക്കാർ ഉസ്താദന്മാര് ഉപ്പ് കൊണ്ട് തുടങ്ങലേ? അപ്പൊ ഇയാളത് കേട്ടിട്ടുണ്ട്. ഉംറ കഴിഞ്ഞ് വന്നു. നോക്കണം, നിങ്ങൾ ഈ ഉസ്താദിന്റെ വാക്ക് നേർക്ക് നേരെ കേട്ട ഒരാളാണ് ഞാൻ കേട്ടോ. അതുകൊണ്ടായി പറയുന്നത്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ 3 പ്രാവശ്യം ഉസ്താദിന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചു. 3 പ്രാവശ്യം. ഉപ്പും കുറ്റില്ലേ കുഞ്ഞുട്ടി ഉസ്താദെ, ഉപ്പും കുറ്റി അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നോക്കി നിങ്ങൾ പരിശോധിക്കുകയാണ്. ഉസ്താദ് പച്ചപ്പാന്ന് അതെടുത്ത് കഴിച്ചത് ദ്വാരന്ന് പോകുകയാണ്. 3 പ്രാവശ്യം അങ്ങനെ വിളിച്ച് 3 പ്രാവശ്യം അങ്ങനെയാണ്. അപ്പൊ ഉപ്പിന്റെ ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരിക്കൽ ഉസ്താദ്, ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാ, അവസാനത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തം ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തം ഇരിക്കുമല്ലോ, അതുപോലെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ചെറുപ്പക്കാരന്റെ ഷാഠ്യം, ഉസ്താദ് സുന്നത്തെടുക്കാത്ത ആളാണ്, അതുകൊണ്ട് ഉസ്താദിന് തുടരാൻ പറ്റൂല. ളുഹ്ർ ജമാഅത്ത് നടക്കുക, തൊട്ടടുത്ത പെട്ടി, ഇത് നടന്നൊരു വാക്യത്താണ് മക്കളെ, തൊട്ടടുത്ത പെട്ടിക്കടയിൽ ഇയാൾ ഇരിക്കും. ജമാഅത്ത് കഴിഞ്ഞാൽ ഇയാൾ പോകും. സലാം വീട്ട ഉടനെ ഇയാൾ ഇഖാമത്തൊടുത്ത് ഇയാൾ ഇമാമ് നിൽക്കുക. ഒരു ഉംറക്ക് പോയിട്ടേ ഉള്ളൂ, വലിയ വിവരമുള്ള ആളൊന്നുമല്ല. എന്നിട്ട് അതിന് പിന്നിൽ കുറെ ആളുകളുണ്ട്. അപ്പൊ ചോദിച്ചപ്പോ പറയാണത്രേ, ഉസ്താദ് സുന്നത്തെടുക്കാറില്ല, അപ്പൊ ഞാൻ തുടർന്ന് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിഷയം എവിടെ എത്തി നരങ്ങള്? ആ ഒരൊറ്റ വാക്ക് മൂത്ത് ഈ ഉസ്താദ് ഇടക്കാലത്ത് റജബ് പറക്കുന്നതിന് മുമ്പ്, റജബ് മാസം വരുന്നതിന് മുമ്പ് ഇറങ്ങേണ്ടി വരികയാണ്. റജബ് മാസം പിറക്കുന്ന മുമ്പ് ഇറങ്ങുകയാണ്. വ്യാഴാഴ്ച ദിവസം മീറ്റിംഗ് കൂടിയത്രേ. അപ്പൊ അതിൽ ആഞ്ഞടിച്ചു ചെറുപ്പക്കാരൻ, ഞാൻ നല്ല പ്രവർത്തിച്ചോളാം, കമ്മിറ്റി നല്ല പ്രവർത്തിക്കുന്ന ഒരാളാണ്, പക്ഷെ ഒന്നുകിൽ ഉസ്താദ് അല്ലെങ്കിൽ ഞാന്. ഇയാള് പറയാണത്രേ. അപ്പൊ കമ്മിറ്റിയില് എന്നാ പിന്നെ നമ്മൾ നാട്ടിൽ 2 പ്രശ്നമാക്കണ്ടല്ല, ഉസ്താദിനെ നമുക്ക് തൽക്കാലം ഒന്ന് ഉസ്താദിനോട് പോകാൻ പറയാ. അങ്ങനെ നോക്കി നിങ്ങൾ വ്യാഴാഴ്ച ളുഹ്റു നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ റൂമിൽ കമ്മിറ്റി ഭാരവാഹികൾ വന്ന് ഒരു എഴുത്ത് കൊടുക്കുകയാണ്. ആ എഴുത്ത് ഇങ്ങനെ ഉസ്താദ് വായിക്കുമ്പോൾ അതിലുള്ളത് ഉസ്താദിന്റെ സേവനം മതിയാക്കിയ കഥകളാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞത്രേ, അന്ന് പോകണം, വ്യാഴാഴ്ച പോകണം. അപ്പൊ ഈ ഉസ്താദ് കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഞാൻ നാളെ ജുമാ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ജുമാക്ക് യാത്ര പറഞ്ഞിട്ട്. അപ്പൊ ഉടനെ ജുമാക്ക് വേറെ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ ചില നന്ദി കെട്ട ആളുകളുടെ ശൈലി അറിയാ, ജുമാക്ക് വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഖുതുബ ഓതൂല, ഞാൻ ഇങ്ങനെ പള്ളിയുടെ മൂലയിൽ ഇരിക്കാം, ജുമാ കഴിഞ്ഞിട്ട് ഒരു സലാം പറഞ്ഞ് യാത്ര പറഞ്ഞു പോകാനാണ്. 22 കൊല്ലം ഇവിടെ ജീവിച്ച ആളല്ലേ, സമ്മതം കൊടുത്തു. അങ്ങനെ വെള്ളിയാഴ്ച ജുമാക്ക് മക്കളെ ഖുതുബ നിസ്കാരം കഴിഞ്ഞ് നിസ്കാര ശേഷമുള്ള ദുആ കഴിഞ്ഞപ്പോ ഈ ഉസ്താദിനൊന്ന് വിളിച്ചൂടേന്ന്. വിളിച്ചില്ല, എത്ര ആരും ക്ഷണിച്ചില്ല. ഉസ്താദ് സ്വയം എഴുന്നേറ്റിട്ട്, അയാൾ അത് പറഞ്ഞാ കരഞ്ഞത്. ആ ഉസ്താദ് സ്വയം എഴുന്നേറ്റ് അവിടുന്ന് പറഞ്ഞു, ഞാനിങ്ങനെ പോവുകയാണ്. വിഷയൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞത്രേ, 1 മാസമായിട്ട് നിങ്ങൾക്ക് ആർക്കൊരു വിഷമം ഉണ്ടാവണ്ട, 1 മാസം എൻ്റെ ഇടതുഭാഗത്തൊരു ചോരക്കുരു ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഇടതുഭാഗത്തൊരു ചോരക്കുരു ഇരിക്കാൻ കഴിയാത്തോണ്ടാണ്. എൻ്റെ കാരണം നിങ്ങളുടെ ആഹാരം കളയണ്ട. നോക്കി നിങ്ങൾ, ഈ വിദ്വാന്, ഈ മനുഷ്യനെ ഉസ്താദിനോട് ചോദിച്ചൂടെ എന്താ ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്? പക്ഷെ അപ്പോഴേക്കും വല്ലാത്തൊരു ഫിത്ന. അല്ലാഹു തആല വിടോ? അല്ലാഹു ഇവനൊക്കെ വിടോ? നിങ്ങൾ ആലോചിച്ചു നോക്കി, എത്ര ആളുകളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ, എത്ര വലിയ 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 ദർസുള്ള പള്ളികൾ എത്ര. ഇപ്പൊ ഒരുപാട് പള്ളികൾ കുട്ടികളില്ലാത്തത് കൊണ്ടല്ലാന്ന്, അവസ്ഥകൾ അങ്ങനെയാണ്. ഇപ്പോ ഈ 2 ദിവസം മുമ്പ്
ഒരു ദർസ് അസ്തമിക്കാൻ, ഒരു ദർസ് ഈ നിങ്ങൾ ആലോചിച്ചു നോക്കി, ശഅബാൻ 20 മറ്റോ നിർത്തും അത്രേ. പക്ഷെ അതിനു മുമ്പ് തന്നെ പോകാനുള്ള അനുഭവം ചെറിയ വിഷയ, ചെറിയ പ്രശ്നം എന്താ ചോദിച്ചപ്പോ പ്രസിഡന്റിനെ ബഹുമാനിക്കാത്ത പ്രശ്നമാണ്. ഇത് ഓരോന്ന് കേൾക്കുമ്പോഴേ വേറെ ഭാഗങ്ങളോട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെല്ലാം അവസ്ഥകളാണ്. ഇവനൊക്കെ അല്ലാഹു തആല വിടുവോ? ഞാൻ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് പറയുന്നത്, നല്ല നല്ല ദർസുകളുള്ള പള്ളികൾ, ചില വാക്കുകൾ ചില മനുഷ്യന്മാരുടെ വാക്കുകൊണ്ട് പള്ളി ദർസ് വരെ പൂട്ടിപ്പോകുന്ന അവസ്ഥകളെ, ആ പള്ളി ദർസേ നശിച്ചു പോകുന്ന അവസ്ഥകൾ. ചില ആളുകളൊക്കെ ഹജ്ജ് കഴിഞ്ഞ് അതല്ലെങ്കിൽ നല്ലൊരു അമല് കഴിഞ്ഞ് നാട്ടിൽ വന്ന് പിന്നെ നേരെ വരും സഹോദരങ്ങളെ സുബ്ഹിക്ക്. ചിലപ്പോ ഇശാ നിസ്കാരം കഴിഞ്ഞ് ബാങ്ക് ഇഖാമത്ത് കൊടുക്കാനായില്ലേ, മൊല്ലാക്കാനോട് ചോദിക്കും, ഇഖാമത്ത് കൊടുക്കാനായില്ലേ? ആയില്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ചില ആളുകൾ പള്ളികളിൽ. എന്നിട്ട് ഇഖാമത്ത് കൊടുത്ത നിസ്കാരം സലാം വിട്ടിയ അല്ലാഹ്, ആള് പോയി ഭക്ഷണം കഴിച്ച് ആള് ഉറങ്ങി ചെയ്തു. എത്ര ഒരു 8:45 9 മണിയായപ്പോഴേക്ക് ആൾ ഉറങ്ങിയെന്ന്. 5:30 മണിക്ക് ബാങ്കാണെങ്കിൽ ഒരു 4-4:30 മണിയാകുമ്പോഴേക്കും ആള് പള്ളിയിൽ. നല്ല തഹജ്ജുദ് ഒന്നും ഒഴിവാക്കാത്ത ആളാ. 4:30 മണിയാകുമ്പോഴേക്കും പള്ളിയിലേക്ക് വരുന്നു. പള്ളിയിൽ വന്നിട്ട് അപ്പോഴേക്കും ഒതുവെടുത്ത് അകത്തെ പള്ളിയിൽ എവിടൊക്കെ ലൈറ്റ് ഉണ്ട് അത് മുഴുവനും ഒരൊറ്റ ഒന്നും ഒഴിവാക്കില്ല, എല്ലാം. അപ്പോഴേക്ക് 11, 11:30, 12 മണിക്കൊക്കെ കിടന്ന കുട്ടികൾ അകത്തെ പള്ളിയുടെ ചെരിവിലോ അല്ലെങ്കിൽ മുകളിൽ എവിടെങ്കിലൊക്കെ അവിടൊക്കെ ലൈറ്റ് ഓണാക്കി. അങ്ങനെ പോയി. അപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ കുഞ്ഞ് കണ്ടോ, മൈക്കിലൂടെ ഞാൻ പറയണില്ലട്ടാ, ആരാന്റെ ചില ആളുകൾ മക്കളെ പഴയ വാക്കുകൾ ആരാൻ്റെത് മുണുങ്ങിയിട്ട് എന്ന് പറയുന്ന ചില ലഫ്ളുണ്ട്. അതോ ചെറുപ്പക്കാർ കുട്ടികളെ, നിങ്ങൾ വളർന്നു വരുന്ന മക്കളാണ്. ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ അത് നല്ലതാണ്. ഒരു ഹാജി പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് പറയാം. അങ്ങനെ മുടങ്ങിയിട്ടെന്നുള്ള സംസാരം വന്നപ്പോഴേക്കും ഒരു മുതഅല്ലിം ഉണർന്നോന്ന്. ചെറിയ കുട്ടിയാണ്, നഹ്വ് കിതാബ് ഓതുന്ന മോനാണ്. അങ്ങനെ ഇയാളെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു പുലിയുടെ മുഖം പോലെ. ആ കുട്ടി എഴുന്നേറ്റ് ഓടി ബ്രഷ് എടുത്ത് ഹൗദും കരി ചെന്നപ്പോ ഇയാൾ ചെന്നിട്ട് ഇവിടുന്നാടാ ബ്രഷ് ചെയ്യുന്നത്. ആ കുട്ടി മൂത്രമൊഴിച്ചു. ഹൗദും കരിയിലാണ് മൂത്രമൊഴിക്കുന്നത്. ആ ആഴ്ച കുട്ടി നാട്ടിൽ ചെന്നു. ശനിയാഴ്ച തിരിച്ചു വരണം. അപ്പൊ കുട്ടി വരുന്നില്ല. മോൻ എന്താ അങ്ങ് ഇറങ്ങിയിട്ടാവാത്തത്? അപ്പൊ ഉമ്മാനോട് മോൻ പറയും, ഉമ്മാ അകത്തെ പള്ളിയിൽ പുലിയുണ്ട്, ഹൗദും കരിയിൽ നരിയുണ്ട്. ഞാൻ പള്ളി ദർസക്ക് പോയില്ല ഉമ്മ. എത്ര ദർസ് പോയി? ഈ പറഞ്ഞ മാത്രം ഒരു ഉദാഹരണം, ഈ പറഞ്ഞൊരു ലഫ്ദ് മാത്രം ഉദാഹരണം. വിഷയം യാഥാർത്ഥ്യമാണ്. ഒരു ഹാജിയുടെ വാക്ക് കേട്ട് പോയി ആ മുതഅല്ലിം ദർസ് മുടക്കിയ ദർസ് പാടെ നിർത്തിയത്. മലയാള മണ്ണിലുണ്ട് അങ്ങനെ എത്ര ദർസുകൾ.